നമസ്കാരം. ഹരിനാമകീർത്തനം 18-ാമത്തെ ശ്ലോകത്തില് നാമമാഹാത്മ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ അദ്വൈതികളും ഒരുപോലെ നിർദ്ദേശിക്കുന്ന ഒന്നാണ് നാമസാധന. ശങ്കര ഭഗവത്പാദർ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബ്രൂഹി മുകുന്ദേദീ രസനെ ബ്രൂഹി മുകുന്ദേദീ എന്ന് ശ്രീ സദാശിവ ബ്രഹ്മേന്ദ്രർ നാവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലയോ നാവേ, നീ മുകുന്ദ മുകുന്ദ എന്ന് ഉച്ചരിക്കൂ, ഈശ്വരനാമം ഉച്ചരിക്കൂ, നന്മയിലേക്ക് ചരിക്കൂ എന്ന്. ശ്രീ തുളസീദാസൻ തന്റെ രാമചരിത മാനസത്തിൽ നാമമാഹാത്മ്യം വർണ്ണിക്കാനായിട്ട് എത്രയോ വരികൾ നീക്കി വെച്ചിട്ടുണ്ട്. എഴുത്തച്ഛനും രാമായണത്തിലും മഹാഭാരതത്തിലും നാമമാഹാത്മ്യത്തെക്കുറിച്ച് തന്നെ ഒരുപാട് പാടുന്നുണ്ട്. അങ്ങനെയുള്ള നാമമാഹാത്മ്യത്തിന്റെ പ്രാധാന്യത്തെയാണ് 18-ാമത്തെ ശ്ലോകം നമുക്ക് കാണിച്ചു തരുന്നത്. മനസ്സ് കലുഷമാണ്. ആ മനസ്സിന്റെ ആന്തരികമായ കാലുഷ്യമാണ് ഈ ബാഹ്യ പ്രപഞ്ചത്തിലെ എല്ലാ സങ്കീർണ അവസ്ഥകളുടെയും സൃഷ്ടികർത്താവ്. അതുകൊണ്ട് ഉള്ളിലെ സങ്കീർണമായ മാനസിക തലത്തെ ശാന്തമാക്കുക, അതിനുള്ള ഔഷധ സേവയായിട്ടാണ് നാമസാധനയെ കാണുന്നത്. 18-ാമത്തെ ശ്ലോകം നോക്കാം. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ ഉള്ളോരു കാലമുടനെന്നാകിലും മനസ്സി ചൊല്ലുന്നതാരു തിരുനാമങ്ങളന്നവനു നല്ലൂഗതിക്കു വഴി നാരായണായ നമ. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ ഉള്ളോരു കാലമുടനെന്നാകിലും മനസ്സി ചൊല്ലുന്നതാര് തിരുനാമങ്ങൾ അവന് നല്ല ഗതി തെളിഞ്ഞു കിട്ടും എന്നാണ് പറയുന്നത്. ഉള്ളിൽ, അതായത് ചിത്തത്തിൽ കനത്ത ശക്തിയേറിയ മതമാത്സര്യം എന്നിവകൾ, മതം, മത്സരം തുടങ്ങിയ ആസുരിക വാസനകൾ ഉള്ളോരു കാലമുടനെന്നാകിലും ഉള്ള സമയമാണെങ്കിൽ പോലും മനസ്സിൽ തിരുനാമങ്ങൾ ചൊല്ലുന്നതാര്, ഈശ്വരനാമങ്ങൾ ആര് ജപിക്കുന്നുവോ അവന്, ആ ഭക്തന് ഗതിക്ക്, അതായത് മുക്തിക്ക് നല്ല വഴി തെളിഞ്ഞു കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ചിത്തത്തിൽ ശക്തിയേറിയ മതം, മാത്സര്യം തുടങ്ങിയ ആസുരവാസനകളുള്ള സമയമാണെങ്കിൽ പോലും മനസ്സിൽ സദാ ഈശ്വരനാമം ആര് ജപിക്കുന്നുവോ ആ ഭക്തന് മുക്തിക്കു നല്ല വഴി തെളിഞ്ഞു കിട്ടും, നേരായ മാർഗം തെളിഞ്ഞു കിട്ടും എന്നാണ് പറയുന്നത്. നാരായണനായി കൊണ്ട് നമസ്കാരം എന്നാണ് 18-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത്. മനസ്സിനെ മലിനമാക്കി സമാധാനത്തിനു തടസ്സം സൃഷ്ടിക്കുന്നവയാണ് ആസുരിക ചിന്തകൾ. ദമ്പം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം എന്നിങ്ങനെ 6 ആസുരിക അവസ്ഥകളെ പറ്റി ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ദമ്പം എന്നാൽ എന്നെ കവിഞ്ഞ് ധർമ്മിഷ്ഠനില്ല എന്നുള്ള അതിയായ ഭാവം. ദർപ്പം എന്നാൽ കുമിഞ്ഞുകൂടിയ ധനത്തിലും ബന്ധുബലത്തിലുമുള്ള അമിതമായ അഭിമാന ചിന്ത. ഞാൻ എല്ലാവരാലും ആദരിക്കപ്പെടേണ്ടവനാണ് എന്ന അമിത ചിന്തയാണ് അഭിമാനം, ദുരഭിമാനം എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറുന്ന അവസ്ഥയാണ്, മനസ്സിന്റെ അവസ്ഥയാണ് പാരുഷ്യം എന്ന് പറയുന്നത്. ഒന്നും അറിഞ്ഞുകൂടെങ്കിലും എന്നേക്കാൾ അറിവുള്ളവരില്ല എന്ന ഭാവമാണ് അജ്ഞാനം, അധപ്പതനത്തിന് കാരണമായി തീരുന്നത്. ഇത്തരം ചിന്തകൾ മനസ്സിനെ അലോസരപ്പെടുത്തുന്നതും അവനവനെ അപകടപ്പെടുത്തുന്നതും സമൂഹത്തിന് ഗുണമുണ്ടാക്കാത്തതുമായ മാനസികാവസ്ഥകളാണ്. ഇതുകൂടാതെ വ്യക്തിയെ തപിപ്പിക്കുന്ന അഷ്ടരാഗങ്ങളെ കുറിച്ച് ആധ്യാത്മിക ശാസ്ത്രം പറയുന്നുണ്ട്. രാഗം, ദ്വേഷം, കാമം, ക്രോധം, മത്സരം, മോഹം, ലോഭം, മതം ഇവയൊക്കെ. ഇതിന്റെയൊക്കെ അളവ് മനസ്സിൽ കൂടുന്നതനുസരിച്ച്, ചിത്തത്തിൽ കൂടുന്നതനുസരിച്ച് വ്യക്തി മനസ്സ് കൂടുതൽ തന്നിലേക്ക് മാത്രമായി ചുരുങ്ങുകയും അവനവനിസത്തിന്റെ ആധിക്യത്താൽ സാമൂഹ്യ സമരസത നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇതിനെയാണ് ഈ ശ്ലോകത്തിൽ ആചാര്യൻ മതമാത്സര്യമെന്നിവകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യഹൃദയം നന്മയുടെയും തിന്മയുടെയും ഇരിപ്പിടമാണ്, നമുക്കറിയാം. ഈ ചിത്തത്തിനുള്ളിൽ ഭയമില്ലായ്മ, നിഷ്കളങ്കത, സത്യബോധം, ദാനബോധം,
ദേവതാരാധന, ശാസ്ത്രപഠനം, ഏകാഗ്രത, നേരായ മാർഗം, അഹിംസ, സത്യം, കോപമില്ലായ്മ, ത്യാഗം, ശാന്തി, ദയ, മൃദുത്വം, വിനയം, തേജസ്, ക്ഷമ, ധൈര്യം, ശുചിത്വം, ദ്രോഹചിന്തയില്ലായ്മ, ദുരഭിമാനമില്ലായ്മ, ഇവയൊക്കെയാണ് നമ്മുടെ ചിത്തത്തിൽ, നമ്മുടെ ചിന്തയിൽ വളർത്തിയെടുക്കേണ്ടുന്ന സമ്പത്തുകൾ എന്നാണ് പറയുക. ഉള്ളിലെ മാനവികതയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഈ പറഞ്ഞ നന്മയുടെ സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കണം എന്നാണ് പറയുക. സത്യത്തെ തിരിച്ചറിയുക എന്നതാണ് ഇതിനുള്ള മാർഗം. അതിനായി നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കണം. പല സങ്കല്പങ്ങൾ കൊണ്ട് ഇളകിമറിയുന്ന മനസ്സിനെ ഈശ്വരനാമം കൊണ്ട് ശീതീകരിക്കണമെന്നാണ് പറയുക. മനുഷ്യന്റെ മനസ്സ് എന്നത് ഒരാണവ റിയാക്ടർ പോലെ പല സമയത്തും പുകഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഏതു സമയത്തും അത് പൊട്ടുകയും ആ അന്തരീക്ഷത്തെ കലുഷിതമാക്കുകയും ചെയ്യും. വീട്ടിനകത്ത് സമാധാനമായി ചിരിച്ചു കളിച്ച് നടക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും ഒരാൾ കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചാൽ മതി, ആ അന്തരീക്ഷം പൂർണ്ണമായും മലിനമായി തീരും. വീട് ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക്, പരസ്പരമുള്ള എല്ലാ സമരസതകൾക്കും തടസ്സമാകുന്ന വിധത്തിൽ, എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെടുന്ന വിധത്തിൽ ആ അന്തരീക്ഷം കലങ്ങിമറിയും, കലുഷമാകും. അപ്പോൾ ആ ഒരു ഭാവത്തെ ഉള്ളിൽ ശമിപ്പിക്കുക. അമിതമായ കോപചിന്തകൾ, അമിതമായ കാമവാസനകൾ, ഇവ ഉള്ളിൽ തലപൊക്കുമ്പോൾ ഭഗവാന്റെ നാമം മനസ്സിൽ ഉരുക്കഴിക്കുക എന്നാണ് ഭാരതീയ ശാസ്ത്രം പറയുന്നത്. അതാണ് ചൊല്ലുന്നതാരു തിരുനാമങ്ങൾ എന്ന് ആചാര്യൻ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു സാധനയാക്കി മാറ്റുക എന്നാണ് പറയുന്നത്. ഇത് നിരന്തരം അഭ്യസിക്കുക എന്നാണ് പറയുന്നത്. ഇതാണ് നല്ലൂഗതിക്കു വഴി എന്ന് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി മനസ്സിനെ ഏകാഗ്രമാക്കി മുന്നോട്ടുള്ള പ്രയാണം സുഗമമാക്കി തീർക്കുക. അതുകൊണ്ട് ഈശ്വരനാമങ്ങൾ ഉരുക്കഴിക്കുക. കോപം വരുന്നു എന്ന് തോന്നുമ്പോൾ, തൻ്റെ ഉള്ളിൽ അസൂയ തലപൊക്കുന്നു എന്ന് തോന്നുമ്പോൾ, തൻ്റെ ഉള്ളിൽ അമിതമായ കാമാവേശമുണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ, തൻ്റെ ഉള്ളിൽ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന പലതും തലപൊക്കുന്നു എന്ന് തോന്നുമ്പോൾ, ആ സമയത്തൊക്കെ ഈശ്വരനാമം ഉരുക്കഴിക്കുക. അതിനെയൊക്കെ ശമിപ്പിക്കുന്ന രീതിയിലേക്ക്, ആ താപത്തെയൊക്കെ ശമിപ്പിക്കുന്ന രീതിയിലേക്ക് മനസ്സിനെ തന്നെ സ്വയം കൊണ്ടുപോവുക. അതിനുള്ള ഔഷധക്കൂട്ടാണ് ഈശ്വരനാമം എന്നാണ് ഈ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത്. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ ഉള്ളോരു കാലമുടനെന്നാകിലും മനസ്സി ചൊല്ലുന്നതാരു തിരുനാമങ്ങളന്നവനു നല്ലൂഗതിക്കുവഴി. നാരായണായ നമഃ. ഹരിനാമകീർത്തനം 18-ാമത്തെ ശ്ലോകം ഇവിടെ സമാപിക്കുന്നു.